ഹായ് വ്യൂവേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ടിപ്പാണ് ഷെയർ ചെയ്യുന്നത്. അതായത് സീറോ കോസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഗാർഡനിങ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉള്ളൊരു ടിപ്പാണ്. പ്ലാന്റ്സുകളുടെ ഡിമാൻഡ് അനുസരിച്ച് നമ്മൾ മാക്സിമം അതിനെ വളർത്തിയെടുക്കാൻ നോക്കണം കേട്ടോ. ഈ അഗ്ലോണിമ, കലാത്തിയ അങ്ങനത്തെ വെറൈറ്റീസിനൊക്കെ എപ്പോഴും നല്ല മാർക്കറ്റാണ്. അപ്പം നമ്മുടെ കയ്യിൽ കൂടുതൽ തൈകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പ്രോഫിറ്റബിളായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമ്മൾ പുറത്തുനിന്ന് ഇപ്പോൾ ഒരു തൈ വാങ്ങിച്ചിട്ട് അത് മറച്ച് വിൽക്കുന്നതിനേക്കാൾ ലാഭം നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ്സിൽ നിന്നും എത്രത്തോളം അധികം തൈകൾ നമുക്ക് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഞാൻ ഈ തൈകൾ ഈ കാണുന്ന തൈകളൊക്കെ ഞാൻ വളർത്തിയെടുത്തത് ഈ അഗ്ലോണിമ പ്ലാന്റിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു മെത്തേഡിലാണ്. ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പ്ലാന്റ് വളർത്തിയെടുക്കുകയാണെങ്കിൽ ഒരുപാട് തൈകൾ നമുക്ക് എത്രയും വേഗത്തിൽ കിട്ടും. സാധാരണ നമ്മളിപ്പോൾ ഒരു പ്ലാന്റ് ഒരു തൈ നട്ട് വെച്ചിട്ട് അതിന്നൊരു തൈ വരുന്നവരെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കും. അതിനേക്കാൾ എത്രയോ എളുപ്പമാണ് ഈ ഒരു മെത്തേഡിൽ പുതിയ തൈകൾ വളർത്തിയെടുക്കുക എന്നാണ് കേട്ടോ ഞാൻ പറയുന്നത്. നിങ്ങളിപ്പോൾ ഒരു അലങ്കാരത്തിന് വെക്കുന്നവരാണെങ്കിൽ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യണമെന്നില്ല. കാരണം ആ ഒരു പ്ലാന്റ് തന്നെ വളർന്ന് ബുഷിയായി വരുന്നതാണ് ഭംഗി. ഇത് ബിസിനസ് അടിസ്ഥാനത്തിൽ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ടിപ്പാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു രീതി ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോർമൽ കേസിനേക്കാൾ ഒരുപാട് ഫാസ്റ്റായിട്ട് ഒരുപാട് അധികം തൈകൾ പുതിയ തൈകൾ നമുക്കിങ്ങനെ വളർത്തിയെടുക്കുകയും ചെയ്യാം. സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് വിൽക്കുകയും ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ലാഭം കിട്ടുക കേട്ടോ. കാരണം ഓരോ തൈ സെപ്പറേറ്റ് ആയിട്ട് കിട്ടുമ്പോൾ അത്രയും ലാഭമാണല്ലോ. അപ്പോൾ ആ രീതി വളരെ നല്ലതാണ് കേട്ടോ. അഗ്ലോണിമ പ്ലാന്റിലൊക്കെ പരീക്ഷിക്കാൻ പറ്റിയൊരു മെത്തേഡാണ്. ഇതൊക്കെ ഞാൻ അങ്ങനെ വളർത്തിയെടുക്കുന്ന പ്ലാന്റാണ് കേട്ടോ. ചില കേസിലൊക്കെ നമുക്ക് 2 തൈയൊക്കെ ഒരുമിച്ച് കിട്ടും. അങ്ങനെയൊക്കെ വരുമ്പോൾ നല്ല ലാഭമാണ്. നോർമൽ കേസിലാണ് അങ്ങനെ പെട്ടെന്ന് 2 ഷൂട്ടൊന്നും ഒരുമിച്ച് അങ്ങനെയൊന്നും വരില്ല. അപ്പോൾ ഈ ഒരു രീതി തന്നെ നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കണം. ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ എന്തായാലും കണ്ടു നോക്കണേ. ഇതിൻ്റെ 10 ക്യാരറ്റിൻ്റെ ഒരു പ്ലാന്റാണ്, മദർ പ്ലാന്റ് ആണ് കേട്ടോ. ഈ ഒരു പ്ലാന്റ് വെച്ചിട്ട് ഈ ഒരു മെത്തേഡിൽ ഞാൻ ഒരുപാട് തൈകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം അത്രയും ഡിമാൻഡ് എനിക്ക് വന്നൊരു വെറൈറ്റിയാണിത്. അപ്പോൾ എനിക്ക് അത്രയും തൈകൾ കയ്യിലുണ്ടെങ്കിൽ പ്രോഫിറ്റബിൾ ആണ്. അപ്പോൾ ഞാൻ വേഗം തൈകൾ വരാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതി തന്നെയാണ് കേട്ടോ ഫോളോ ചെയ്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ളത്. ഇതൊക്കെ ഞാൻ ആ ഒരു പ്ലാന്റിൽ നിന്ന് പുതിയതായിട്ട് ഈ ഒരു രീതി വെച്ചിട്ട് വളർത്തിയെടുത്ത തൈകളാണ്. അപ്പോൾ ബിസിനസ് അടിസ്ഥാനത്തിൽ ചെയ്യുന്നവരെന്തായാലും ഈ രീതി ഫോളോ ചെയ്യാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് റിസൾട്ട് കിട്ടിയതാണ്, അതുകൊണ്ടാണ്. ഇപ്പോൾ കാണുന്ന മദർ പ്ലാന്റ് കട്ട് ചെയ്തതാണ്. അതിൽ നിന്ന് എനിക്ക് 2 ഷൂട്ട് ഒന്നിച്ച് വന്നു. അപ്പോൾ അത്രയും നമുക്ക് ലാഭമായില്ലേ. ഈ ഒരു 2 ഷൂട്ട് നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആക്കിയിട്ട് 2 പ്ലാന്റ് ആക്കിയിട്ട് നമുക്ക് സെയിലാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനത്തെ രീതികളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ ഈ പ്ലാന്റിൻ്റെ പോട്ടിംഗ് മിക്സ് ഒക്കെ ടൈറ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ചെറിയ കമ്പോ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, അതിൻ്റെ റൂട്ടിനോ അതിൻ്റെ പുതിയ ഷൂട്ട് വരുന്നതിനൊന്നും ഡാമേജ് വരാത്ത രീതിയിൽ ചെയ്യട്ടോ. കാരണം അങ്ങനെ ഇളക്കുള്ള മണ്ണിലാണെങ്കിൽ പുതിയ ഷൂട്ടുകളൊക്കെ വരാൻ ഒരുപാട് ഈസി ആയിട്ട് സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ ഈ പോട്ടി മിക്സ് ടൈറ്റ് ആയാൽ ഒരിക്കലും നമുക്ക് പുതിയ ഷൂട്ടുകളൊന്നും അത്ര പെട്ടെന്ന് വരില്ല. അപ്പോൾ എല്ലാ സമയത്തും അതിൻ്റെ പോട്ടിംഗ് മിക്സ് ഒന്ന് ലൂസാണെന്ന് ഉറപ്പ് വരുത്തണേ. ഇതൊക്കെ ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്ന പ്ലാന്റാണ്. കാരണം നമുക്ക് ആ ഒരു പ്ലാന്റ് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ആ പ്ലാന്റിനെ നമുക്ക് പുതിയൊരു പ്ലാന്റായിട്ട് ചെയ്യുകയും ചെയ്യാം, മദർ പ്ലാന്റായിട്ട് അത് ചെയ്ത് വെക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ആ കട്ട് ചെയ്ത ഭാഗത്തുനിന്ന് പെട്ടെന്ന് പുതിയ ഷൂട്ടുകളും വരുന്നു കേട്ടോ. അപ്പോൾ നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.